കെ ശൈലജ ടീച്ചർക്ക് നമുക്കറിയാം രാഷ്ട്രീയ കേരളത്തിൽ എത്രമാത്രം സ്ഥാനമുണ്ട് എന്നുള്ളത്. കോവിഡ് കാലത്തും നിപ്പയുടെ സമയത്തുമൊക്കെ ടീച്ചർ നടത്തിയ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന തരത്തിൽ നടത്തിയ ഇടപെടലുകളൊക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു, പ്രശംസനീയവുമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം സി സദാനന്ദൻ മാസ്റ്ററുടെ കാൽവെട്ട് കേസിൽ പ്രതികളായവർ ജയിലിലേക്ക് പോകുമ്പോൾ അവരെ യാത്രയാക്കിക്കൊണ്ട് ടീച്ചർ പറഞ്ഞ ചില വാക്കുകൾ അതൊരു തരത്തിലും നമ്മുടെ രാഷ്ട്രീയ കേരളത്തിന് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. രാഷ്ട്രീയ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ജനനന്മയ്ക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരാണ് അവർ. അതുകൊണ്ട് അവരെ യാത്രയാക്കാൻ വന്നു എന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. എന്താണ് കെ ശൈലജ ടീച്ചറെ പോലെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇത്തരം വാക്കുകൾ പുറത്തേക്ക് വരാൻ കാരണമായത്? ഏത് സാഹചര്യത്തിലാണ് ടീച്ചർ ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത്? രാജഗോപാൽ സർ. അതിന് നമുക്ക് വളരെ പെട്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. രാഷ്ട്രീയം വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇവര് കെ ശൈലജ ടീച്ചർ ഒരു രണ്ടാം ഊഴക്കാരിയാണ്. കേരള രാഷ്ട്രീയത്തിലെ രണ്ടാമതും നിയമസഭയിലേക്ക് വന്ന MLA ആണ് ഇവര്. ആദ്യ മന്ത്രിസഭയിലെ ഉള്ള കാര്യങ്ങളാണ് നേരത്തെ നീതു സൂചിപ്പിച്ചത്. കോവിഡ് കാലത്ത് വളരെ മികച്ച മന്ത്രിയായിരുന്നു അവര്. അപ്പൊ തീർച്ചയായിട്ടും അവരെ പോലെ ഒരാളെ രണ്ടാം മന്ത്രിസഭയിൽ ഒഴിവാക്കപ്പെടുമെന്ന് ആരും ചിന്തിച്ചില്ല. സാമാന്യ രാഷ്ട്രീയം അറിയാവുന്ന ഒരാൾ പോലും ചിന്തിച്ചില്ല കെ ശൈലജ ടീച്ചർ ഒന്നാം പേരുകാരിയായിട്ട് വരുമെന്നാണ് കരുതിയത്. ഉണ്ടായില്ല. പക്ഷേ രണ്ടാം നിയമസഭയിൽ അവർ വൻ ഭൂരിപക്ഷത്തിനാണ്. CPM-ന്റെ ചരിത്രത്തിലെ ആ മണ്ഡലത്തിലെ ഏറ്റവും വലിയ മട്ടന്നൂർ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് അവര് മന്ത്രിസഭയിൽ MLA ആയിട്ട് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും പിണറായി വിജയൻ, അദ്ദേഹം പാർട്ടിയുടെ സീനിയോറിറ്റി വെച്ച് പിണറായി വിജയനാണ്. ഇപ്പൊ ശൈലജ ടീച്ചർ കേന്ദ്ര കമ്മിറ്റി മെമ്പർ എന്നുള്ളതേ ഉള്ളൂ, അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. പക്ഷെ ഇനി ഒരു അവസരം വന്നാൽ പിണറായി വിജയന് വയസ്സിന്റെ പരിധിയുണ്ട്, പ്രായപരിധി വരുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, അത്തരം ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടേണ്ട വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഒരു വനിതാ മുഖ്യമന്ത്രിയും കൂടെ ആവുകയാണ്. അപ്പൊ അത്തരത്തിൽ എല്ലാ തരത്തിലും യോഗ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അവര്. പക്ഷേ അവരിപ്പോ ഈ രണ്ടാം ഊഴത്തിൽപ്പെട്ട് കിടക്കുകയാണ്. രണ്ടാം ഊഴത്തിൽ ഇവരെ എന്ത് ചെയ്യണം? ഈ ടീച്ചറുടെ നിലപാടിൽ എന്ത് ചെയ്യണം? അതാണ് ഇപ്പം ആലോചന വന്നിരിക്കുന്നത്. രണ്ടാം ഊഴക്കാരൊക്കെ ബലവാന്മാരാണ്. നമ്മുടെ മഹാനായ യശശരീരനായ MD വാസുദേവൻ നായർ, അദ്ദേഹത്തിന്റെ രണ്ടാം ഊഴം എന്ന് പറയുന്ന പ്രസിദ്ധമായ പുസ്തകം നമുക്കറിയാം. ഭീമസേനൻ എന്ന കഥാപാത്രത്തെ, ആ ചരിത്രം എഴുതിയ വേദവ്യാസൻ ചില വരികൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒരിക്കലും ഭീമസേന പ്രാധാന്യം കിട്ടിയിട്ടില്ല. അതവിടെ ധർമ്മപുത്രൻ, അതല്ലെങ്കിൽ അർജുനന്, ഇവർക്കൊക്കെയാണ് വലിയ പ്രാധാന്യം വന്നത്. ധർമ്മപുത്രൻ ധർമ്മിഷ്ഠൻ എന്നുള്ള നിലയിലുള്ള പ്രാധാന്യം വന്നു. അർജുനൻ വില്ലാളി വീരൻ എന്നുള്ള നിലയിലുള്ള പ്രാധാന്യം വന്നു. പക്ഷെ രണ്ടാം സ്ഥാനക്കാരനായ, രണ്ടാമത് വന്ന് നിൽക്കുന്ന ഭീമസേനനെ പരിഗണിച്ചിട്ട് വലിയ പരിഗണന വന്നില്ല. എന്തായിരിക്കും ആ മഹാകവി അങ്ങനെ അദ്ദേഹത്തെ ഒളിപ്പിച്ചു നിർത്തിയാൽ നമുക്കറിയത്തില്ല. വലിയ മഹാമൗനം എന്നൊക്കെയാണ് അതിനെ അന്ന് വ്യാഖ്യാനിച്ചത്. പക്ഷെ അതിനെ MD വാസുദേവൻ നായർ അതിനെ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിച്ചെടുത്തു. ഭീമസേനൻ അറിയാമല്ലോ, എല്ലാം വലിയ ആകാര സൗഷ്ടവും വലിയ ഗദായുദ്ധനും ഒക്കെയാണ്. എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എല്ലാ നന്മകളാണ് ചെയ്തിട്ടുള്ളത്. നന്മകൾക്ക് മാത്രം നിന്നിട്ടുള്ളതാണ്. ദുര്യോധനാദികളെ തകർത്ത് പറഞ്ഞില്ലേ, ആ യുദ്ധം ജയിക്കുന്നതിനായിട്ട് പ്രധാനപ്പെട്ട റോളും പങ്കുവച്ച ആളാണ് ഭീമസേനൻ. പക്ഷെ ഭീമസേന വലിയ പ്രാധാന്യം കിട്ടിയില്ല. പാഞ്ചാലി ആവശ്യപ്പെട്ടവഴ് ഗന്ധമാദന പർവ്വതത്തിലെ കല്യാണ സൗഗന്ധിയെ പൂവറിക്കാൻ പോയ കഥകളും അതും അറിയാമല്ലോ. പർവ്വതം തന്നെ പൊക്കിയെടുക്കും, അതിനൊക്കെയുള്ള ശേഷിയുള്ള ആളാണ്. അപ്പൊ അത്തരത്തില് ഭീമസേനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹം. പക്ഷെ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പൊ ഈ രണ്ടാം നിരയിൽ വന്നു കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ശക്തരാണ്. അത് അധികാരികൾക്കും അറിയാം, പാർട്ടിയെ നിയന്ത്രിക്കുന്നവർക്കും അറിയാം. ശൈലജ ടീച്ചറുടെ അവസ്ഥ അത് തന്നെയാണ്. ശൈലജ ടീച്ചർ എന്നും ഒരു രണ്ടാം സ്ഥാനക്കാരിയായി പോയതാണ്. നമ്മുടെ മുമ്പേ സൂചിപ്പിച്ചതുപോലെ കോവിഡ് നിപ്പ സമയത്ത് ഉണ്ടായ സംഭവങ്ങൾ അറിയാമല്ലോ. ഏറ്റവും നന്നായിട്ട് മാതൃകാപരമായി പ്രവർത്തിച്ചെന്നുള്ളതിന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അവാർഡ് വാങ്ങിയ മന്ത്രിയായിരുന്നു, ആരോഗ്യമന്ത്രിയായിരുന്നു ശൈലജ ടീച്ചർ. അവർക്ക് UN-ന്റെ പ്രത്യേക പുരസ്കാരം വന്നിരുന്നു. അതുപോലെ അന്താരാഷ്ട്ര വേദികളിൽ നിന്നൊക്കെ ഒരുപാട് പുരസ്കാരങ്ങൾ അവരെ തേടിയെത്തിയിരുന്നു. കാരണം ഈ വൈറസിനെ ഏറ്റവും ഫലപ്രദമായി നേരിടുന്നതില് ഏറ്റവും മാതൃകാപരമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. പക്ഷേ കോവിഡ് കണക്കുകൾ ഓരോ ദിവസവും അവതരിപ്പിക്കുമ്പോഴത്തെ സ്ഥിതി എന്തായിരുന്നു? നമ്മൾ
അന്ന് നമ്മൾ ടി വിയിലൊക്കെ കണ്ടതാണല്ലോ, നമുക്കൊന്നും പുറത്തിറങ്ങാൻ മാർഗമില്ലായിരുന്നു. ടെലിവിഷനിൽ കൂടാണ് ഇതിന്റെ കണക്കുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആദ്യത്തെ 1, 2, 3 ദിവസം ഇതിന്റെ കണക്ക് അവതരിപ്പിക്കാൻ വന്നുകൊണ്ടിരുന്നത് ശൈലജ ടീച്ചറായിരുന്നു. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ശൈലജ ടീച്ചറാണ് വന്നുകൊണ്ടിരുന്നത്. അതിന്റെ ആരോഗ്യ സെക്രട്ടറി, അങ്ങനെയൊക്കെ ആളുകളായി ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിക്ചർ ആകപ്പാടെ മാറി. ഇതിന് വലിയ ന്യൂസ് വാല്യൂ ഉണ്ട്, ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി തന്നെ ആ സ്ഥാനം ഏറ്റെടുത്തു. അദ്ദേഹമാണ് പിന്നെ കോവിഡ് കണക്കുകൾ പറയാൻ തുടങ്ങിയത്. അദ്ദേഹത്തിനോട് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അദ്ദേഹം കണക്ക് വന്നിരുന്ന വൈകുന്നേരം 1 മണിക്കൂറൊന്നും കണക്ക് പറയേണ്ട കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ശൈലജ ടീച്ചർ 2ാം സ്ഥാനത്തേക്ക്, 2ാം ഊഴത്തിലേക്ക് മാറ്റി നിർത്തപ്പെട്ടു. പിന്നീട് കാണുന്നത് അവർ 2ാം ഊഴത്തിൽ പോലുമില്ല. മുഖ്യമന്ത്രിയും കുറച്ച് ഉദ്യോഗസ്ഥന്മാരെയും മാത്രമാണ് നമ്മൾ വേദിയിൽ കാണുന്നത്. ശൈലജ ടീച്ചറെ സ്ഥലത്ത് പോലും ഇല്ലായിരുന്നു. ആ പത്രസമ്മേളനം നടക്കുന്ന സ്ഥലങ്ങളിൽ പോലും ആരോഗ്യമന്ത്രി ഇല്ലായിരുന്നു. അവരൊരു പരാതിയും പറഞ്ഞില്ല, മാറി നിൽക്കുകയാണ് ചെയ്തത്. അതാണ് സംഭവിച്ചത്. രണ്ടാമത് ഇതിന്റെ പ്രവർത്തനങ്ങൾ, മികച്ച കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പേരിൽ അവർക്ക് അന്താരാഷ്ട്ര ബഹുമതി കിട്ടിയ സമയത്ത് ഒരു വിദേശ രാജ്യം അവരെ ക്ഷണിച്ചിരുന്നു. ഇവിടെ വരണം, ഈ ബഹുമതി സ്വീകരിക്കാനായിട്ട് വരണമെന്നൊക്കെ പറഞ്ഞ് ക്ഷണിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവരും, ഏത് രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരാണെങ്കിലും അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും, അന്താരാഷ്ട്ര വേദിയിൽ ചെന്ന് ഒരു പുരസ്കാരം സ്വീകരിക്കണം എന്നുള്ള സ്വാഭാവികമായിട്ട് ആഗ്രഹമാണ്. കേരളം ആഗ്രഹിച്ചിരുന്നു, ടീച്ചറെ പോലുള്ള ആൾ പോയി വാങ്ങിക്കട്ടെ, അതിനകത്ത് കക്ഷി രാഷ്ട്രീയം ഒന്നും കണക്കാക്കണ്ട എന്നുള്ളത്. പക്ഷെ അനുമതി കൊടുത്തില്ല. അതെന്തോ ബൂർഷ്വാ രാജ്യമാണെന്നൊക്കെയാണ് വ്യാഖ്യാനം വന്നത്. ബൂർഷ്വാ രാജ്യമായതുകൊണ്ട് പോകേണ്ട കാര്യമില്ല, ടീച്ചർ പോകണ്ട, അതിന്റെ അനുമതിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ അവസരവും ടീച്ചർക്ക് നിഷേധിച്ച് കളഞ്ഞു. മൂന്നാമത് വന്നത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പേരില് ടീച്ചർ ആരോഗ്യ വകുപ്പ് ഒരുപാട് മരുന്നുകളും മറ്റു വസ്തുക്കളും, കോവിഡ് കിറ്റ് അടക്കമുള്ള സാധനങ്ങൾ 4 ഇരട്ടിയും 5 ഇരട്ടിയും വിലയ്ക്ക് വാങ്ങിക്കൂട്ടി എന്നുള്ള ആരോപണങ്ങളാണ് അവരുടെ നേരെ തിരിഞ്ഞു വന്നത്. അത് വലിയ അന്വേഷണ റിപ്പോർട്ടുകളും മറ്റു കാര്യമായിട്ട് വന്നിരുന്നു. സത്യത്തിൽ നമുക്കറിയാം, ഇത്തരം കാര്യങ്ങളിൽ എമർജൻസി സിറ്റുവേഷൻ ആണ്, വളരെ അടിയന്തര സാഹചര്യമാണ്. ആ അടിയന്തര സാഹചര്യങ്ങൾ നമ്മൾ അന്ന് നോക്കി നിൽക്കാനൊന്നും പറ്റുകയില്ല. നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങളും ഇല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം വില കൂട്ടിയ സാധനങ്ങൾ കിട്ടുന്നിടത്തുനിന്ന് വാങ്ങിക്കുക. ആളുകളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട കടമയെന്ന് പറയുന്നത്. അതിന്റെ പേരിൽ ടീച്ചർക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സത്യത്തിൽ ഇത്തരം ആരോഗ്യവകുപ്പിലേക്ക് വാങ്ങിക്കുന്ന വസ്തുക്കളുടെ അതിന്റെ പർച്ചേസ് വിഭാഗമാണ് അത് ചെയ്യുന്നത്. അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ ആരോഗ്യമന്ത്രിക്ക് വലിയ റോളില്ല. നമ്മുടെ ആരോഗ്യമന്ത്രി പണ്ട് പറഞ്ഞില്ലേ, ഡോക്ടർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കുറച്ച് അവിടെ ജീവൻ രക്ഷാ ഉപകരണങ്ങളും ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങളും ഒന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റം ഫെയിലർ എന്നാണ് അവർ പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ ശൈലജ ടീച്ചർക്കും പറഞ്ഞു നിൽക്കാമായിരുന്നു, സിസ്റ്റത്തിന്റെ തകരാറ് കൊണ്ടാണ്, എന്റെ തകരാറാണെന്നുള്ള ഇത് അവർ അംഗീകരിക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ അവർ മനസ്സാലെ അംഗീകരിച്ചു, വീണ്ടും അവർ മാറ്റി നിർത്തപ്പെട്ടു. അതാണ് അവർക്ക് പറ്റിയ 2ാം മന്ത്രിസഭയിൽ നിന്ന് മാറി നീക്കാനുള്ള ഒരു അയോഗ്യത എന്ന് പറയുന്നത്. 2ാമത്തെ അയോഗ്യത എന്ന് പറയുന്നത്, കേരളത്തിലെ ആരോഗ്യ രംഗത്തെ സമഗ്രമായ ഡേറ്റ ചില വിദേശ രാജ്യങ്ങളിലെ മരുന്ന് കമ്പനികൾ അടിച്ചുകൊണ്ടുപോയി. അത് വലിയ ആരോപണമായിരുന്നു. നമ്മുടെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ആരോഗ്യ സംബന്ധിച്ച ഡേറ്റ, നമുക്ക് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പിന്നെ ആളുകളുടെ വയസ്സ് എത്രയാണ്, പിന്നെ മുൻകാല ചികിത്സകൾ വല്ലതും ഉണ്ടോ, ഇനിയും വരാൻ പോകുന്ന ചികിത്സ, എന്തെങ്കിലും ചികിത്സകൾ ആവശ്യമുണ്ടോ, ഇത്തരത്തിലുള്ള സമഗ്രമായ ഡേറ്റ, കേരളത്തിലെ മുഴുവൻ ആളുകളുടെ ഡേറ്റ അന്ന് എടുത്തിരുന്നു. ഈ ഡേറ്റ ഏതോ വിദേശത്തുള്ള മരുന്ന് കമ്പനി അടിച്ചുകൊണ്ട് പോയി. വലിയ ആരോപണം കൊണ്ട് വന്നതാണ്. അപ്പൊ ശ്രീകാന്തും കേരളത്തിൽ നിന്നൊരു ഡേറ്റ അടിച്ചുകൊണ്ട് പോകണമെങ്കിൽ ആരായിരിക്കും ഉത്തരവാദിത്വം പറയേണ്ടത്? പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രിയാണ് അതിന് ഉത്തരവാദിത്തം. അന്ന് മുഖ്യമന്ത്രി ഒന്നും വന്നില്ല, പിന്നെ പ്രത്യേകിച്ച് റോളൊന്നും പറയാൻ. പക്ഷേ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ശിവശങ്കറിന്റെ പേരിൽ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ശിവശങ്കരൻ എന്ന സംശയത്തിന്റെ നിഴലിലായിരുന്നു. ശിവശങ്കരനെ രമേശ് ചെന്നിത്തലയൊക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ അങ്ങനെയായിരുന്നല്ലോ. ശിവശങ്കരനാണ് ഇത് ചോർത്തി കൊടുത്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചില പങ്കാളിത്തം ഉണ്ടായിരുന്നുള്ള ആരോപണങ്ങൾ അന്ന് രമേശ് ചെന്നിത്തലയൊക്കെ ഉന്നയിച്ചിരുന്നു. എന്തായാലും കൊള്ളാം, ശൈലജ ടീച്ചർ അന്ന് പറയുന്നുണ്ട്, ഞാൻ മനസ്സാവാച അറിഞ്ഞ കാര്യമല്ല എന്നവരെ അത്യാവശ്യം ചില വേദികളിൽ പരസ്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഈ ഡേറ്റ പോയതിനകത്ത് ചില പൊളിറ്റിക്കൽ കണക്ഷൻസും നെക്സസും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ അന്ന് അറിഞ്ഞിരുന്നു. അതാണ് ശൈലജ ടീച്ചർ വീണ്ടും മാറ്റി നിർത്തപ്പെടാനുള്ള കാരണമെന്നാണ് 2ാമത്തെ കാരണമെന്ന് പറയുന്നത്. അപ്പൊ എല്ലാ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് ഇവരെ മാറ്റി നിർത്തിക്കൊണ്ടു പോവുകയായിരുന്നു. പിന്നീട് കേരളത്തിൽ ഉയർന്നു വന്ന വാദമാണ് അവരെ മുഖ്യമന്ത്രിയാക്കണം. ശൈലജ ടീച്ചറെ പോലെ പ്രഗത്ഭയായ കഴിവുള്ള ഒരാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടുത്താണ്ട് പ്രൊജക്ട് ചെയ്യണം.
KR ഗൗരിയമ്മയ്ക്ക് ശേഷം, പാർട്ടിയുടെ സമുന്നതയായിരുന്ന KR ഗൗരിയമ്മയ്ക്ക് ശേഷം ഇത്രയും തലയെടുപ്പും കഴിവും പ്രാപ്തിയും ഉള്ളൊരു നേതാവ് വന്നിട്ടില്ല. അതുകൊണ്ട് അവരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കണം എന്നുള്ള വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു പക്ഷെങ്കിൽ അതിന് തടയിടാനാണോ? ഗൗരിയമ്മയോട് തന്നെയാണ് ചെയ്തത്. ഗൗരിയമ്മയ്ക്കാണ് കേരള നാട്ടിലെ KR ഗൗരി ആയിരിക്കും മുഖ്യമന്ത്രി എന്നൊക്കെ അങ്ങനൊക്കെ പറഞ്ഞാണ് വോട്ട് പിടിച്ചത്. അവസാനം വന്നു കഴിഞ്ഞപ്പോൾ അവരെ ചില ജാതി പേരും ഒക്കെ പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തിച്ച് വേറെ ചില ആളുകളാണ് മുഖ്യമന്ത്രി കസേര കൊണ്ടുപോയത് എന്ന് പറഞ്ഞതുപോലെയാണോ എന്നറിയത്തില്ല. എന്തായാലും ശൈലജ ടീച്ചറെ പരിഗണിച്ചിരുന്നു. കേരളം ആഗ്രഹിച്ചിരുന്നു. അവരെ പോലാണ് മുഖ്യമന്ത്രിയാകുന്ന കാര്യത്തിൽ ആഗ്രഹിച്ചിരുന്നു. അവിടെയും അവരെ വീണ്ടും തഴയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് സമ്പൂർണമായ പരാജയങ്ങളും തഴയപ്പെടലുകളും ഏറ്റുവാങ്ങിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജീവിതമായിട്ട് അവരുടേത് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഇത് അവസാനം ഈ രണ്ടാം ഊഴത്തിലെ ശക്തയാണെന്നറിയാം. ഭീമസേനനെ പോലെ ശക്തയാണ് ശൈലജ ടീച്ചർ എന്നറിയാം. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നേരത്തെ തന്നെ കയ്യും കാലും വെട്ടിക്കളയാം. അങ്ങനെ ചിലപ്പോൾ തീരുമാനിച്ചതാകാം. അങ്ങനെ അവരെ രാഷ്ട്രീയപരമായിട്ട് ഇനി അവരെ പാർലമെന്ററി ജനാധിപത്യത്തിലേക്കൊന്നും വേണ്ട, അവര് സംഘടനയിലേക്ക് പോകട്ടെ എന്ന് കരുതിയിട്ട് ഇത്തരം വേദികളിൽ നിങ്ങൾ പ്രത്യക്ഷപ്പെടൂ എന്ന് കരുതിയിട്ട് ടീച്ചറെ അയച്ചതുമാകാം. അല്ലാതെ അവരെ പോലെ ബുദ്ധിമതിയായ വളരെ കഴിവുള്ള പ്രാപ്തയായ ഒരു സ്ത്രീയെ പെട്ടെന്ന് കുറച്ച് അവരുടെ രാഷ്ട്രീയ അനുഭാവികളാണ്, അതൊക്കെ ശരിയാണ്, സമ്മതിച്ചിരിക്കുന്നു. അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവരെ പ്രവർത്തകരെ ജയിലിലേക്ക് യാത്രയാകുന്ന ചടങ്ങിലേക്ക് കോടതി വിധികളെ മാനിച്ചുകൊണ്ടാണ് അവർ സംസാരിച്ചത്. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തകരാണ്, അവർ തെറ്റുകാരാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെയാണ് CPM-ന്റെ നയത്തെ സംബന്ധിച്ചിടത്തോളം. നിയമസഭ തല്ലിപ്പൊളിച്ചപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ കണ്ടത്. നിയമസഭ തല്ലിപ്പൊളിച്ച കേസ് വന്നു കഴിഞ്ഞപ്പോൾ കോടതിയിൽ വന്ന വാദങ്ങൾ എന്താണ്? അങ്ങനെ ഒരു സംഭവമേ നിയമസഭയിൽ നടന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം പോലും നടന്നിട്ടില്ല. ഏതോ വ്യാജ വീഡിയോകളൊക്കെ പ്രചരിക്കുന്ന മട്ടിലാണ് വാദം നടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ പാർട്ടി കോടതിക്ക് ഒരു തീരുമാനമുണ്ട്, ഒരു നയമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇനിയും അവിടെ ജീവിക്കണമല്ലോ. കണ്ണൂരിൽ ജീവിക്കേണ്ടതും മറ്റു സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടും അവർ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറായാത്തത് കൊണ്ടുമായിരിക്കാം അത്തരം കാര്യങ്ങൾ അവർ ഇടപെടുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും രാജഗോപാൽ സാർ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്താണ്. അവർ കണ്ണൂരിൽ തന്നെയാണ് ഇനി ജീവിക്കേണ്ടതും രാഷ്ട്രീയ പ്രവർത്തനം വിടാൻ അവർ ഉദ്ദേശിക്കുന്നില്ലാത്തത് കൊണ്ടും പാർട്ടി ഏൽപ്പിച്ച ചില ദൗത്യങ്ങൾ KK ശൈലജ ടീച്ചർ ഭംഗിയായി നിർവഹിക്കുന്നു എന്ന് വേണം കരുതാൻ. രണ്ടാം ഊഴത്തിൽ ഭീമനെ പോലെ ശക്തിയാണെങ്കിലും അവരെടുക്കുന്ന ചില നിലപാടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർ പറയുന്ന ചില വാക്കുകൾ രാഷ്ട്രീയ പ്രവർത്തനം ജനനന്മയ്ക്കായി നടത്തിയവരാണ് പ്രതികൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നിടത്താണ് ടീച്ചറെ പോലെ ഒരാൾ മുൻപ് ചെയ്തിരുന്ന ചില നല്ല കാര്യങ്ങൾ, കോവിഡ് ടൈമിൽ അല്ലെങ്കിൽ നിപ്പ കാലത്തൊക്കെ ചെയ്തിരുന്ന നല്ല പ്രവൃത്തികളെ സ്മരിച്ചുകൊണ്ട് തന്നെ അംഗീകരിക്കാൻ സാധിക്കാതെ ഇരിക്കുന്നത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.